എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും ആദ്യത്തെ മെമ്മറി മോഹൻലാലിൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ അച്ഛൻ പണ്ട് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ VCR ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിന് പറ്റിയ മറ്റേ ട്രയാങ്കിൾ ഷേപ്പിലുള്ള കാസറ്റ് ഉണ്ട്. അതാണ് ആദ്യം കൊണ്ടുവന്നത്. അത് ആ സിനിമയുടെ പേര് ആറാം തമ്പുരാൻ. അന്ന് അത് അവൈലബിൾ ആയിരുന്നു, എപ്പോൾ വേണമെങ്കിലും ഇട്ട് കാണാമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏകദേശം VCR ഉപയോഗിച്ചിടത്തോളം കാലം ഞാൻ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 25 തവണയെങ്കിലും ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. ആദ്യമൊക്കെ VCR, പിന്നെ ടി വിയിലൊക്കെ വന്ന്, അങ്ങനെ മൊത്തത്തിലൊരു 25 പ്രാവശ്യം. അതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഞാൻ ആദ്യമായിട്ട് മോഹൻലാലിൻ്റെ സിനിമ കണ്ടിട്ടുള്ളത് ആറാം തമ്പുരാനാണ്. പക്ഷേ അതിനു മുമ്പായാലും ഞാൻ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അത് ആ ഒരു ഇരുന്ന് കാണുന്ന സംഭവങ്ങളൊന്നും എനിക്ക് അത്ര ഓർമ്മയില്ല. ആറാം തമ്പുരാനാണ് എനിക്ക് തോന്നുന്നു ഒരു ഫുള്ളൊരു മോഹൻലാൽ കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. അതിപ്പോൾ കോമഡി ആണെങ്കിലും മാസ് ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും എല്ലാം കൂടിയുള്ള അടിപൊളി സിനിമയായിരുന്നു അത്. ആ ക്യാരക്ടർ അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു, കഥ നല്ലതായിരുന്നു, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം എല്ലാം അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് നരസിംഹം ഇറങ്ങിയത്. നരസിംഹം മുതൽ ആണ് മോഹൻലാൽ ശരിക്കും ഒരു സ്റ്റാറിലോട്ട് ഷിഫ്റ്റ് ആവുന്നത്. അല്ലെങ്കിൽ ഓൾറെഡി സ്റ്റാർ ആയിരുന്നെങ്കിൽ പോലും ഫുൾ ഒരു ബ്രാൻഡിങ്ങിലോട്ട് ഷിഫ്റ്റ് ആവുന്നതും അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഫോർമുല പടങ്ങൾ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള പടങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ശേഷമുള്ള സിനിമകളിൽ കുറച്ചും കൂടി ഇങ്ങനെ മെയിൻ സ്ട്രീമിലുള്ള ഈ വലിപ്പം തമാശകളും വൾഗറായിട്ടുള്ള ഡയലോഗ്സൊക്കെ കയറി വന്നതും അങ്ങനെയുള്ളതിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തതും ആ സമയത്താണ്. അതിനുശേഷമാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ്റെ കഴിവുകൾ നമുക്ക് കുറഞ്ഞ് കാണാൻ തുടങ്ങിയത്. നല്ല നല്ല സിനിമകൾ അതിനിടയ്ക്ക് വന്നിരുന്നു, പക്ഷേ വെറൈറ്റികൾ കുറവായിരുന്നു. പണ്ടത്തെ ആറാം തമ്പുരാൻ വരെയുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ ആ ഡിഫറൻസിയേഷൻസ് നമുക്ക് ഭയങ്കരമായിട്ട് വ്യക്തമായിരുന്നു, ഓരോരോ സിനിമകൾ തമ്മിലുള്ളത്. പലപ്പോഴും മോഹൻലാലിൻ്റെ പഴയ സിനിമകളൊക്കെ പറയുമ്പോൾ പറഞ്ഞിരുന്നത് ഒരേ ആളാണ് ഈ സിനിമകളെല്ലാം ഒരേ സമയത്ത് ചെയ്തിരുന്നത് എന്നുള്ള സവിശേഷതകളൊക്കെ നമ്മൾ പല മാഷപ്പ് വീഡിയോസിലും പലരുടെ ഇൻ്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് പിന്നീട് കുറഞ്ഞ് വരുന്നതാണ് മെയിനായിട്ട് മോഹൻലാലിൻ്റെ സിനിമകളിലെ ഒരു പ്രശ്നമായിട്ട് കണ്ടിരുന്നത്. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ എപ്പോഴുമുള്ളൊരു സവിശേഷത എന്തായിരുന്നു എന്ന് വെച്ചാൽ, ആറാം തമ്പുരാനോ മുമ്പുള്ള സിനിമകൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പയ്യൻ വളരെ ക്യൂട്ടായിട്ടുള്ള ബബ്ലി ആയിട്ടുള്ള ഒരു വഷളെന്നല്ലാതെ എന്താ പറയുക, ഏത് തരത്തിലും നമുക്ക് ചീത്ത അല്ലെങ്കിൽ ഒരു ദേഷ്യം തോന്നാത്ത എന്നാൽ എല്ലാ കുസൃതിത്തരങ്ങളും ഉള്ളൊരു പയ്യൻ, അങ്ങനെയുള്ള ആളായിട്ടാണ് ബോയ് നെക്സ്റ്റ് ഡോർ, വളരെ ലവബിളായിട്ടുള്ള ഒരാൾ, അങ്ങനെ തോന്നിയിരുന്ന ഒരു ആക്ടറാണ്. ഈ മോഹൻലാലിൻ്റെ ഈ സവിശേഷത അല്ലെങ്കിൽ ഏത് വേഷങ്ങളും നന്നായിട്ട് പെർഫോം ചെയ്യാനും വളരെയധികം ജീവിക്കാൻ, ആ ക്യാരക്ടറായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സവിശേഷത തന്നെയാണ് ആളെ ഇത്രയും നമ്മളോട് അടുപ്പിച്ചത്. ഈ മോഹൻലാലിൻ്റെ ഈ സവിശേഷത കൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയെ നമ്മൾ കൂടുതൽ അക്സെപ്റ്റ് ചെയ്തതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം മമ്മൂട്ടി മോഹൻലാലിൻ്റെ കരിയർ ഏകദേശം ഒരുപോലെയാണ് തുടങ്ങിയത്. മോഹൻലാലാണ് ആദ്യം അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത് നമ്മൾ. പിന്നീട് മമ്മൂട്ടി ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം ഇവർ തന്നെ ഏകദേശം രണ്ടുപേരും കൂടി 55 സിനിമയോളം ചെയ്തിട്ടുണ്ട്. അതിലെല്ലായിടത്തും മമ്മൂട്ടി കുറച്ചും കൂടി ഒരു പരുക്കൻ റോളുകളും ഒരു പുരുഷത്വം കാണിച്ചുകൊണ്ടുള്ള റോളുകളും, ഈവൻ സീരിയസ് റോളുകളാണെങ്കിലും കഥ നന്നായിട്ട് പോകുന്ന അല്ലെങ്കിൽ ഒരു കഥാപരമായിട്ട് മികച്ചു നിൽക്കുന്ന റോളുകളാണെങ്കിലും ക്യാരക്ടർ വൈസ് അടിപൊളിയാണെന്നെങ്കിൽ പോലും അതിലെല്ലാം ഒരു പുരുഷത്വം അല്ലെങ്കിൽ പൗരുഷം കൂടുതൽ കാണിച്ചുകൊണ്ടുള്ള സിനിമകളായിരുന്നു. ആളുടെ ഒരു ടിപ്പിക്കൽ മലയാളി സങ്കല്പത്തിനനുസരിച്ച് കൂടുതലും ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾ, സൗന്ദര്യപൂർവ്വം നോക്കുകയാണെങ്കിൽ പോലും അങ്ങനെ നിൽക്കുന്ന ഒരാൾ മമ്മൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ എന്താ പറയുക, അനിയൻ, ഒരു വഷളൻ അനിയൻ അല്ലെങ്കിൽ ഒരു കുസൃതി നിറഞ്ഞ നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാവുന്ന, ആ ജനറേഷന് റിലേറ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ വരുന്ന ജനറേഷനല്ല കാണുന്ന ജനറേഷനെല്ലാം റിലേറ്റ് ചെയ്യാവുന്ന ഒരു പയ്യൻ. അതിൻ്റെ ഒരു മൂത്ത ചേട്ടൻ പരുക്കനാണ്, കൂടുതൽ എഫിഷ്യൻ്റാണ് എന്നുള്ള രീതിയിലുള്ള വിശേഷണങ്ങൾ മമ്മൂട്ടിക്കും കിട്ടി തുടങ്ങി. അതുകൊണ്ടാണ് ഈ ഇൻ്റർവ്യൂവിലൊക്കെ ഇരുന്ന് മുരളി ഗോപിയൊക്കെ പറയുന്നത്
പുള്ളി എന്ന് പറഞ്ഞാൽ കുലപതിയാണ്, മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഏട്ടനാണ് എന്നുള്ള, നമ്മുടെ സ്വന്തം ഏട്ടനാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ഇങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ വരുന്നതും, അല്ലെങ്കിൽ ഒരു ടൈം കഴിയുമ്പോൾ പുള്ളി കൂടുതൽ ഫോർമുല പടങ്ങളിലോട്ട് മാറുകയും അത് കഴിഞ്ഞിട്ടാണ് പഴയ ലാലേട്ടനെ കാണണം എന്നുള്ള ചിന്തകളൊക്കെ വന്നു തുടങ്ങിയതൊക്കെ. എന്തൊക്കെ പറഞ്ഞാലും ആ പഴയ സിനിമകൾ എന്ന് നമ്മൾ പറയുന്ന ആറാം തമ്പുരാൻ വരെയുള്ള ആ സിനിമകളിൽ അത്രത്തോളം വെറൈറ്റി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ ഇന്ന് അദ്ദേഹം സിനിമ നിർത്തിയാലും ആ സിനിമകളുടെ കുറച്ച് ഒരു ഫ്ലാഷ് ബാക്കോ അല്ലെങ്കിൽ മൊമെൻറ്റ്സോ കുറച്ച് സീൻസൊക്കെ തിരിച്ചു കിട്ടിയാൽ തന്നെ നമുക്ക് പിന്നെ അദ്ദേഹത്തിനോടുള്ള ഒരു ഇഷ്ടം തിരിച്ചു വരും. ഒരിക്കലും വെറുക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ തന്നെയാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, 20 തലമുറ അപ്പുറം നിന്നാലും നമ്മുടെ ഒരു മലയാളത്തിൻ്റെ കൾച്ചർ, സംസ്കാരം എല്ലാം എടുത്തു കാണിക്കുന്ന, അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് കാണിക്കാൻ പറ്റുന്ന, അതിൻ്റെ എല്ലാ തലങ്ങളും അഭിനയിച്ചിട്ടുള്ള, എല്ലാ ക്യാരക്ടേഴ്സും അഭിനയിച്ചിട്ടുള്ള, അത് വളരെ റിലേറ്റീവായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു നടനുണ്ടെങ്കിൽ അത് മോഹൻലാലായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ സെൻസിനോടും അദ്ദേഹത്തിൻ്റെ അഭിനയശേഷിയോടും ഒക്കെ ചിലപ്പോൾ കടപിടിക്കാൻ ആകെ ഒരാൾക്കേ പറ്റിയിട്ടുണ്ടാവുള്ളൂ ഇതുവരെ. ഞാൻ മമ്മൂട്ടിയെ പോലും അല്ല പറയുന്നത്, ഞാൻ പറയുന്നത് ജഗദീഷ് ശ്രീകുമാറിനെ കുറിച്ചാണ്. എന്നാലും അദ്ദേഹത്തിനോട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി റിലേറ്റബിൾ ആയിട്ട് നിൽക്കുന്നത് മോഹൻലാൽ തന്നെയാണ്. കാരണം മലയാളി പുരുഷ സങ്കല്പം അല്ലെങ്കിൽ ഒരു സൗന്ദര്യ സങ്കല്പത്തിനോട് കുറച്ചും കൂടി ഇഷ്ടം, മലയാളികളുടെ ഇഷ്ടം കുറച്ചുകൂടി മേടിക്കാൻ പറ്റുന്നത് ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹം ഒന്ന് ചിരിച്ചാൽ തന്നെ മതി ആ ഇഷ്ടം കൂടുതൽ മേടിക്കാൻ പറ്റുന്നത് കമ്പാരിറ്റീവ്ലി ജഗതിയായിട്ട് നോക്കുമ്പോൾ മോഹൻലാൽ തന്നെയാണ്. അത് ജഗതിക്ക് ഭംഗിയില്ല അല്ലെങ്കിൽ റിലേറ്റബിൾ അല്ല, ഇഷ്ടമല്ല എന്നുള്ള രീതിയിലല്ല, പക്ഷേ നമ്മുടെയൊക്കെ ഒരു കണ്ടീഷനിങ് അനുസരിച്ച് കുറച്ചും കൂടി എളുപ്പത്തിൽ ഇഷ്ടപ്പെടുന്നത് മോഹൻലാലിനെ തന്നെയായിരിക്കും. അത് മതി, ആ ഒരു പഴയ കാലം എന്ന് നമ്മൾ പറയുന്ന സംഭവം തന്നെ അത് മതി അദ്ദേഹത്തെ ഇനിയും ജീവിതകാലം മുഴുവൻ, അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് ഒരു 10-20 തലമുറ അല്ലെങ്കിൽ അതിൽ കൂടുതലും ഇഷ്ടപ്പെടാൻ തന്നെ. അതുകൊണ്ടൊരു മോഹൻലാൽ ഇനി തിരശീല വിടുമല്ല, അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മളെങ്ങനെയാണോ ബാക്കിയുള്ളവരെയൊക്കെ ആലോചിക്കുന്നത്, കുറേ സത്യൻ, പ്രേംനസീറിനെയൊക്കെ ആലോചിക്കുന്നത്, അതിലും 10 മടങ്ങ് മുകളിൽ മോഹൻലാൽ എന്നും അമരനായിട്ട് തന്നെ നിൽക്കും. എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, മോഹൻലാൽ എന്ന നടനെ, കലാകാരനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. മമ്മൂട്ടി എന്ന കഠിനാധ്വാനിയെയാണ്, ഡെഡിക്കേറ്റഡ് പേഴ്സണെയാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാരണം മമ്മൂട്ടി എന്ന് പറയുന്നത് ആക്ടിങ് വെച്ച് നോക്കുകയാണെങ്കിൽ മോഹൻലാലിന് മുമ്പിലൊന്നും ഒരു ലെവലിൽ പോലും അത്രയും കടപിടിക്കാൻ പറ്റാത്ത ഒരാളാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം കടപിടിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേ കാരണമേ ഉള്ളൂ, അദ്ദേഹം എങ്ങനെയാണോ അദ്ദേഹത്തെ തേച്ചു മിനുക്കിയെടുത്തത്, അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ, അദ്ദേഹത്തിൻ്റെ സ്വരത്തിലൂടെ മുമ്പിലേക്ക് എത്തിയത്, അത് മോഹൻലാൽ വരെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണത്. മോഹൻലാൽ എന്ന് പറയുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എന്തും പറ്റും. നമ്മൾ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരാളെങ്കിലും കണ്ടിട്ടുണ്ടാവും, ഞൊടിയിടയിൽ അദ്ദേഹം പുള്ളി വന്നുകൊണ്ട് ആരെങ്കിലും ഒബ്സർവ് ചെയ്തുകൊണ്ട് ഇമിറ്റേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ആക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറൊരാളുമായിട്ട് പെരുമാറുകയോ ഒക്കെ ചെയ്യുന്ന ഒരാളുണ്ടാവും. അവരെങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നമുക്ക് വലിയ പിടിയുണ്ടാവില്ല, പെട്ടെന്ന് അവർ ചെയ്യും. ഭയങ്കര ഒരു റിഹേഴ്സലൊന്നും വേണ്ട, ഒരു ഞൊടിയിടയിൽ അവർക്ക് ആ ഒരു ക്യാരക്ടർ മാറാൻ പറ്റും, അതുപോലെ അവതരിപ്പിക്കാൻ പറ്റും, ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, അത് ഒരു ജീനിൻ്റെ ഒരു ഒരു സ്പെസിഫിക് ജീനിൻ്റെ കോമ്പോസിഷൻസ് ഒക്കെ വരുമ്പോൾ ആ ജനറ്റിക് ആയിട്ട് അവർക്ക് കിട്ടുന്ന ഒരു യുണീക്ക് ഫീച്ചർ ആയിരിക്കാം, എമ്പതറ്റിക് ആയിരിക്കാം, അവർ കൂടുതലും മറ്റുള്ളവരുടെ അവസ്ഥയും അവരുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനും അതുപോലെ എനാക്ട് ചെയ്യാനും പറ്റുന്നൊരു ജീൻ അവർക്ക് ഉണ്ടാകാമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി അവർക്ക് ഉണ്ടാകുമായിരിക്കാം. എന്നിരുന്നാലും അതൊരു വണ്ടറാണ്, ഒരു അത്ഭുതം തന്നെയാണ്. ആ ഒരു അത്ഭുതം വളരെ മികച്ച ലെവലിൽ, അതിൻ്റെ ഒരു ബെസ്റ്റ് ലെവലിൽ കിട്ടിയിരിക്കുന്ന ഒരാൾ തന്നെയാണ് മോഹൻലാൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം
അദ്ദേഹത്തിൻ്റെ ഓരോ സീൻസും എടുത്ത് നോക്കുകയുള്ളൂ. പണ്ടത്തെ സിനിമകൾ തന്നെ എടുത്ത് നോക്കിക്കോളൂ നിങ്ങൾ. അദ്ദേഹം ചിരിക്കുന്ന രീതി, അദ്ദേഹം കരയുന്ന രീതി, അദ്ദേഹത്തിൻ്റെ ബോഡി മൊത്തം അനങ്ങുന്ന രീതി, ആളെന്താണോ സംസാരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കണ്ണെങ്ങോട്ടാണ് പോകുന്നത്, അതുപോലെ കൈയും കാലും എല്ലാം, നഖങ്ങൾ പോലും അഭിനയിക്കുന്ന പറയില്ലേ, അത്രയും അനായാസമായിട്ട് ഒരു ക്യാരക്ടർ പോലെ തന്നെ മാറാൻ അദ്ദേഹത്തിന് എപ്പോഴും പറ്റാറുണ്ട്. മറ്റേ വാനപ്രസ്ഥത്തിലേക്ക് കഥകളിയുടെ കഥാപാത്രങ്ങളിൽ പോലും അദ്ദേഹം പറയാറുണ്ട്, ഒരിക്കലും ചെയ്തിട്ടുള്ള ഒരാളൊന്നുമല്ല, കഥകളി അഭ്യസിച്ചിട്ടുള്ള ആളൊന്നുമല്ല, പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ പോലെ അദ്ദേഹത്തിന് പെരുമാറാൻ പറ്റുന്നുണ്ട്, അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. അതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു ലോജിക്കൽ, എമ്പത്തറ്റിക്കലായിട്ട്, ഇമോഷണലി ആയിട്ട് അദ്ദേഹത്തിന് അത് ചിന്തിക്കാനും അത് പെരുമാറാനും പറ്റുന്നു. ചിലപ്പോൾ അത് കോൺഷ്യസ്ലി ആയിരിക്കില്ല അദ്ദേഹം അത് ചിന്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബോഡി, അത് ബ്രെയിൻ ആ ബോഡി അത് മെരുക്കിയെടുക്കാനും അതിനനുസരിച്ച് ബോഡി പെർഫോം ചെയ്യാനും അത് പ്രത്യക്ഷത്തിൽ പുള്ളി അത് ആലോചിക്കുന്നൊന്നും ഉണ്ടാവില്ല. ആൾക്കൊരു നെറേറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അതിലോട്ട് ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു കണ്ടീഷനിങ് അദ്ദേഹത്തിൻ്റെ മൈൻഡിനുണ്ട്. ആ ഒരു എമ്പത്തറ്റിക് പവർ അദ്ദേഹത്തിനുണ്ട്. അത് ചിലപ്പോൾ ഒരു വണ്ടറായിരിക്കും, യുണീക്ക് ഫീച്ചറായിരിക്കും. എന്നിരുന്നാലും അങ്ങനെ ഒരു ഫീച്ചർ ഇതുവരെ ഞാനൊരു വേറൊരു ആക്ടറിൽ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാവാമായിരിക്കും, ലോകത്ത് പല ആക്ടേഴ്സ് ഉണ്ട്, അങ്ങനെയുണ്ട്. പക്ഷെ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള റോളുകൾ ചെയ്യാനും, ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള റോളുകൾ ഇത്രയും പെട്ടെന്ന് അനായാസമായിട്ട് ചെയ്യാനും, ഇത്രയും ബോഡി ഫ്ലെക്സിബിലിറ്റി ഉള്ള ആളാണെങ്കിലും, ഈയിടക്ക് ജവാൻ മൂവിയുടെ സോങ്ങിന് അദ്ദേഹം ഡാൻസ് കളിക്കുന്നത് കണ്ടു. 63-ാമത്തെ വയസ്സിൽ ഒരാൾക്ക് എങ്ങനെ ഇത്രയും നല്ല ഗ്രേസോട് കൂടി ഇത്രയും എനർജറ്റിക് ആയിട്ട് ഡാൻസ് കളിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അതും സ്റ്റേജ് പെർഫോമൻസ്. നമ്മൾ ഇപ്പോൾ രജനീകാന്ത് ഡാൻസ് കളിക്കും, അങ്ങനെ പലരും ഡാൻസ് കളിക്കും, പക്ഷെ അതൊക്കെ സ്റ്റേജിലൊന്നുമല്ല, അവർക്കത് പറ്റില്ല. കാരണം അവർക്ക് റിഹേഴ്സലിന് വളരെ എളുപ്പമുള്ള സ്റ്റെപ്പുകൾ എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ തളപതി വിജയ് വരെ മറ്റേ പുതിയൊരു ഡാൻസ് ഉണ്ടാകുന്നല്ലോ, പേര് ഞാൻ മറന്നു, അതിന് കളിച്ചിട്ട് അണയ്ക്കുന്നത് ഞാൻ കണ്ടു. കാരണം അത് വലിയൊരു സ്റ്റെപ്പായിരുന്നു. അത് പാട് തന്നെയാണ്. 50 വയസ്സായിട്ട് ആൾക്കാണെങ്കിലും ഈവൻ ചെറുപ്പക്കാർക്കാണെങ്കിലും ആ ഡാൻസ് സ്റ്റെപ്പ് അത്രയും ഡ്യൂറേഷനിൽ കളിക്കുക എന്നുള്ളത് റിഹേഴ്സൽ എടുത്തിട്ടാണെങ്കിൽ പോലും അല്ലെങ്കിൽ പോലും എങ്ങനെയാണെങ്കിലും അത് ഭയങ്കര പാടുള്ള സംഭവമാണ്. അങ്ങനെ ഇരിക്കെ 63-ാമത്തെ വയസ്സിൽ ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ തന്നെയാണത്. അത് 63 ആകുമ്പോൾ കുറച്ചും കൂടി അത് കൂടുതൽ എനർജി കൊടുക്കേണ്ട ഒരു സ്റ്റെപ്പാണ് ആ ബോഡി അനുസരിച്ച്. എന്നിട്ടും അത് ഇത്രയും ഗ്രേസ്ഫുള്ളായിട്ട് കളിക്കാനും അത് സ്റ്റേജിൽ വന്ന് കളിക്കാനുള്ള അത്രയും എന്താ പറയുക, ആ ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു കറേജ് ഉണ്ടല്ലോ, അത് സമ്മതിച്ചു കൊടുക്കാതെ വയ്യ. ഓഡിയോ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയോ ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസൊക്കെ കുറഞ്ഞതെന്ന് പറയുന്നതും സത്യം തന്നെയാണ്. ആ ബോഡി ട്രാൻസ്ഫോർമേഷനിലൂടെ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, എക്സ്പ്രഷൻസൊക്കെ കുറേ ലാക്കായിട്ടുണ്ട്. പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ ബോഡി ഫ്ലെക്സിബിലിറ്റി ഇതുവരെ പോയിട്ടില്ല. ഇനി സത്യമാണ്, ഇനി പഴയ ലാലേട്ടൻ അങ്ങനെ കിട്ടണമെന്നൊന്നും ഇല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ടാലൻ്റ് എവിടെയും പോയിട്ടില്ല. ഇനി പോയാൽ തന്നെ ഒരിക്കലും നമുക്കത് പ്രശ്നമായില്ല. കാരണം ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ബേസിക്കലി എനിക്ക് കൂടുതലും ഒരു പടി ഇഷ്ടം കൂടുതലും മമ്മൂട്ടിയോട് തന്നെയാണ്. കാരണം ആ അധ്വാനത്തിന് ഞാൻ അത്രയും വില കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ പാഷന് ഞാൻ വില കൊടുക്കുന്നുണ്ട്. അത് ഒബ്വിയസ്ലി ആ പാഷൻ, സിനിമയോടുള്ള പാഷൻ മോഹൻലാലിനേക്കാളും കൂടുതലാണ് മമ്മൂട്ടിക്ക്. പക്ഷേ കഴിവിൻ്റെ മുമ്പിൽ നോക്കുകയാണെങ്കിൽ ആ അമേസ്മെൻ്റ് ഉണ്ടല്ലോ, എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റും എന്നുള്ളത്, അത് മോഹൻലാലിനെ കണ്ടതുപോലെ എനിക്ക് ഒരിക്കലും മമ്മൂട്ടിയെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഫഹദ് ഫാസിലിനെ കണ്ടിട്ടോ ഒരിക്കലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. മമ്മൂട്ടിയെ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, എങ്ങനെ ഒരു മനുഷ്യനെ ഇത്രയും ബെറ്ററാക്കി കൊണ്ടുവരാൻ പറ്റും. പണ്ടത്തെ സിനിമകൾ കണ്ടിട്ടുണ്ട്, ഇപ്പോഴത്തെ സിനിമകൾ കാണുന്നുണ്ട്. എങ്ങനെ ഒരാൾക്ക് പാഷനേറ്റായിട്ട് ഇത്രയും കൊല്ലം നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് മമ്മൂട്ടി കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഫഹദ് ഫാസിലിനെ നോക്കുമ്പോൾ എനിക്ക് കാണുന്നത്, എങ്ങനെ അദ്ദേഹത്തിന് ഇത്രയും മെത്തേഡ് ആക്ടിങ്ങിലൂടെ ആ ക്യാരക്ടർ ആവാൻ പറ്റും എന്നുള്ളതാണ്. അത് നമുക്ക് അവരോട് സംസാരിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. പക്ഷെ മോഹൻലാലിൻ്റെ അങ്ങനെയല്ല, അവിടെ ഒരു മാജിക്ക് നടക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നില്ല നമുക്കത് കിട്ടുമെന്ന്, നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു. കാരണം അത് എന്തോ മാജിക്ക് തന്നെയാണ്. അത് എവല്യൂഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയതായിരിക്കാം, അത് യുണീക്ക് ഫീച്ചറായിരിക്കാം. നമുക്കൊരു ഗോഡ് ബ്ലെസ്സിങ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതായിരിക്കും സംഭവം. അത്
ദൈവം അനുഗ്രഹിച്ചു വിട്ട ഒരാളായിരിക്കാം. ആ ഒരു ജീനിൻ്റെയും ജെനറ്റിക്സിൻ്റെയും ഒക്കെ യൂണീക്ക് കോമ്പിനേഷൻസ് വന്നപ്പോൾ, അത് ഞാൻ പറയുന്നില്ല ജീന് ജെനറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അച്ഛനമ്മയ്ക്കുള്ളതാണെന്ന്. അതല്ല, ആ ഒരു എൻ്റെ ഇതിൽ കൂടെ, എൻ്റെ ഒരു റേസിൽ കൂടെ, ആ ഒരു തലമുറയിൽ കൂടെ പോകുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ കിട്ടിയതൊക്കെ കുറച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു യൂണീക്ക് കോമ്പിനേഷൻ വന്നതായിരിക്കാം. അത് ഇടയ്ക്കിടെ വല്ലപ്പോഴും ഇങ്ങനെയുള്ളവർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അവർ ഭാഗ്യവശാൽ ഭാഗ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫീൽഡിലോട്ട് വരും, ഭാഗ്യമില്ലെങ്കിൽ നമ്മളറിയാതെ പോകും എന്നുള്ള രീതി മാത്രമേ ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത് മോഹൻലാലൊക്കെ അതിലോട്ട് വന്ന് തന്നെ ഭാഗ്യത്തിലാണ്. കാരണം അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല, സിനിമയിൽ വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ആളല്ല, ഇപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് പുള്ളി ടുവേർഡ്സ് പ്രണവ് എങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ള, ഒരുപാട് കാര്യങ്ങൾ പാഷനേറ്റുള്ള, സിനിമ മാത്രം പ്രയോറിറ്റി അല്ലാത്ത ഒരാളാണ്. സോ അതുകൊണ്ട് ഇനി നല്ല ഇതുപോലെ പണ്ടത്തെ പോലെ വെറൈറ്റി സിനിമകൾ ഇനി ചെയ്യുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ആൾ ചെയ്തു വച്ചിരിക്കുന്ന സംഭവങ്ങളെ അതൊരിക്കലും നമുക്ക് അണ്ടർ അപ്രീഷിയേറ്റോ, അല്ലെങ്കിൽ കുറച്ച് സിനിമകൾ അല്ലെങ്കിൽ ഇത്രയും സിനിമകളൊക്കെ പാളിപ്പോയി, ഇനി 100 സിനിമ പൊട്ടിയാലും 100 സിനിമ വൃത്തിയായിട്ട് സിനിമകൾ എടുത്താൽ പോലും അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്നു ഒന്നും ഒരിക്കലും ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. കാരണം ആ കാലത്ത്, അത്രയും അപ്ഡേറ്റഡ് അല്ലാത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് മാത്രം ഗംഭീരമാക്കി തന്ന കുറേ പെർഫോമൻസുകളുണ്ട്. അതൊന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, അതൊരിക്കലും മാഞ്ഞു പോവില്ല മനസ്സിൽ നിന്ന്. അറ്റ് ദ സെയിം മൊമെൻറ്റ് മമ്മൂട്ടിയെ പോലുള്ള ഒരാൾ ഈ 74ാമത്തെ വയസ്സിൽ ചെയ്യുന്ന പണികളൊക്കെ കണ്ടാലും അതും ഭയങ്കര ഇൻസ്പയറിങ് ആണ്. എന്നും എപ്പോഴും ഏത് നാട്ടിൽ പോയാലും മലയാളം എന്ന് കേൾക്കുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെ പേരുകളാണ് വരുന്നത്. ആൻഡ് മോഹൻലാൽ, അങ്ങനെ ഈ രണ്ട് പേരിൽ എടുക്കുകയാണെങ്കിൽ മോഹൻലാലാണ് കൂടുതൽ നമ്മളുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ചരിത്ര പുരുഷനായി, നമ്മുടെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരു 20 വർഷം, 20 ജനറേഷൻ കഴിഞ്ഞാലും അന്നത്തെ കാലത്ത് 2000 ആണ്ടിലും 19ാം ആണ്ടിലും 20ാം നൂറ്റാണ്ടിലും 21ാം നൂറ്റാണ്ടിലും 21ാം നൂറ്റാണ്ടിലും, അതാണ് കറക്റ്റ് 2 നൂറ്റാണ്ടുകൾ എടുക്കുകയാണെങ്കിൽ അന്നത്തെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ക്യാരക്ടേഴ്സ് ആയിരിക്കും. കാരണം അത്രയും ജീവിതം, അല്ലെങ്കിൽ എന്താ പറയുക, ജീവൻ തുളുമ്പുന്ന അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ഒരാൾക്ക് എൻ്റെ ജന്മദിനാശംസകൾ നേരുന്നു. ഓക്കെ, ഇതിങ്ങനെ തന്നെ ഇടാൻ പോവാണ്, ബ്ലൂപ്പറായിട്ടൊന്നും അല്ല, കട്ടൊന്നും ചെയ്യാൻ പോകില്ല. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് അത്രയും നേരം കേട്ടിരുന്നതിന്. ഇതുവരെ 18 മിനിറ്റായി, ഇതുവരെ ആൾക്കാർ കേട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. എനിവേ, താങ്ക് യു. നിങ്ങളും വിഷ് ചെയ്തോളൂ. നിങ്ങൾക്കും ഓർമ്മയുള്ള, നിങ്ങൾക്ക് മോഹൻലാലിൻ്റെ മൂമെൻറ്റ്സ് താഴെ പറയുക. എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.